പ്രിയമുള്ളവരെ, അഭിഷേകമന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വചനം. പിന്നെ അവർ വഞ്ചികൾ കരയ്ക്കടുപ്പിച്ച ശേഷം സകലവും വിട്ട് അവനെ അനുഗമിച്ചു. കണ്ടോ, വലിയൊരു അത്ഭുത പ്രവൃത്തി കണ്ട് വലിയൊരു തെരഞ്ഞെടുപ്പിലേക്കുള്ള യാത്രയിൽ ശിഷ്യന്മാരായി തെരഞ്ഞെടുത്ത പത്രോസ് കൂട്ടുകാരി വഞ്ചിയും വലയും എല്ലാം ഉപേക്ഷിച്ച് കർത്താവിനോട് കൂടെ പോകാൻ തീരുമാനിച്ചു. എന്തിനാ? കർത്താവ് പറഞ്ഞു, ഇന്നു മുതൽ ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. കാരണം മനുഷ്യരെ പിടിക്കാനുള്ള ആഗ്രഹത്തോടുകൂടെ അവർ ഇറങ്ങി പുറപ്പെടുകയാണ്. ഉപേക്ഷിക്കപ്പെടുന്നത് കാണാൻ കഴിയും. അവിടെ ജീവിതമാർഗമെല്ലാം അവർ ഉപേക്ഷിച്ചു. അവിടെ സകലതും അവർ വിട്ടുകളഞ്ഞു. ഇനി യേശുവിനെ മാത്രം മതിയെന്ന് അവർ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു യാത്രയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, യേശുവിന് വേണ്ടി നിങ്ങൾ എല്ലാം ഒന്ന് വിട്ടുകളയാവോ? എല്ലാം ഒന്ന് മാറ്റിവെക്കാവോ? എല്ലാം ഒന്ന് നിങ്ങൾ കർത്താവിന് വേണ്ടി ഒന്ന് മാറ്റിവെച്ച് കർത്താവിനോട് ചേർന്ന് ജീവിക്കാമോ? ഇവിടെ ദൈവം പ്രവർത്തിക്കുന്നത് കാണാൻ കഴിയും. നിന്നെ തെരഞ്ഞെടുത്തത്, വിളിച്ചത് കർത്താവിന് വേണ്ടി മാത്രമാണ്. സകല സൃഷ്ടികളോടും എന്റെ വചനം അറിയിക്കാൻ വേണ്ടിയാ യേശു പറഞ്ഞത്. യേശുവിനെ ഒന്നും പറയാൻ പറ്റുമോ? യേശുവിന്റെ നാമത്തിൽ ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഈ വചന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാകും. ഈ വചനം കേൾക്കുന്നവരുടെയും ജീവിതത്തിൽ വലിയൊരു വിടുതലായി മാറാൻ ഇടവരും. നിങ്ങളൊന്ന് പറഞ്ഞേ, അവരുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത് കാണാൻ കഴിയും. വലിയ അത്ഭുതങ്ങളും അടയാളത്തിലേക്ക് ആ ദൈവം നമ്മളെ കൊണ്ടുപോകാൻ പോകുന്നതെന്ന് അറിയാമോ? കാരണം യേശുവിന്റെ വചനം പറഞ്ഞിടത്തെല്ലാം വലിയ ദൈവപ്രവൃത്തി നടന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന ദൈവപ്രവൃത്തി നിങ്ങൾ അനുഭവിക്കുന്നത് പോലെ തന്നെ അനേകർ അനുഭവിക്കാൻ വേണ്ടിയാ കർത്താവ് നമ്മെ വിളിച്ചത്. യേശു വിളി കേട്ട അവർ സകലതും ഉപേക്ഷിച്ചുകൊണ്ട് സകലതും വിട്ട് എന്നാ പറഞ്ഞത്. ഒന്നുപോലും അവരുടെ ജീവിതത്തിൽ ഇല്ല. കാരണം പാപത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവേ, പൊന്നു ദൈവമേ, ഇതാ നിന്റെ കൂടെ എന്ന് പറഞ്ഞുള്ള യാത്ര ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ട ഒരു യാത്രയാണ് പ്രിയമുള്ളവരെ, യേശുവിന്റെ കൂടെ. കാരണം ഈ ജീവിതം ക്രിസ്തുവും മരണം നേട്ടം എന്ന് പറയത്തക്ക വിധമുള്ള ഒരു ജീവിതം നമുക്ക് ദൈവം തരുന്നുണ്ടെങ്കിൽ ആ ജീവിതത്തെ ഓർത്തുകൊണ്ട് കർത്താവിന് എപ്പോഴും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് വേണം യാത്രയാകാൻ. ഒരിക്കലും നമ്മൾ പിന്നോട്ട് പോകരുത്. കർത്താവിനെ അറിഞ്ഞ് അവന്റെ അത്ഭുത പ്രവൃത്തി കണ്ട് കേട്ടും അനുഭവിച്ചിട്ട് ഇനി എന്തിനാ എന്ന് വിചാരിക്കരുത്. ഇന്ന് നിനക്ക് നൽകിയ അത്ഭുത പ്രവൃത്തി നാളെ അതിന് ഇരട്ടി തരാൻ കഴിയുന്ന ദൈവമാണ്. ഇന്ന് നീ എല്ലാം വിട്ട് കർത്താവിന്റെ കൂടെ ഇറങ്ങിയെങ്കിൽ നാളെ നിന്നെ കർത്താവിന്റെ കരവലയത്തിന്റെ അകത്തു വെച്ച് കർത്താവ് നമ്മെ കൊണ്ടുപോകും. ഇതുപോലെ കൊണ്ടുപോകുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടണമെങ്കിൽ എല്ലാം വിട്ട് അവന്റെ കൂടെ ഇറങ്ങണം. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ.